ഞാൻ ദാസൻ ഇത് വിജയൻ. നമ്മൾ പയ്യാവൂരിലേക്ക് രണ്ടാം തവണയാണ് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പരിചയപ്പെടുത്താം അല്ലേ? ഇല്ല. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് പയ്യാവൂർ ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുന്ന നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് ബിജുമോൻ. അതെ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വെള്ളാനകളുടെ നാട് പരമ്പരയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ പ്രവർത്തനങ്ങളൊക്കെ എവിടെ വരുമായിരിക്കും? വാശിയേറിയ നല്ല ശക്തമായിട്ടുള്ള ഇലക്ഷൻ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രചരണങ്ങളൊക്കെ ഇപ്പോൾ എത്രത്തോളമായി? നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് പ്രചരണങ്ങൾ. അപ്പം പയ്യാവൂർ പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിലെ പയ്യാവൂർ ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പ്രചാരണ സമയത്ത് നല്ലൊരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത്. ജനങ്ങൾ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഒരു മാറ്റം ആവശ്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി വരാൻ വേണ്ടി തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും മറ്റ് മുന്നണികൾ അത് പേര് മാറ്റിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും ജനങ്ങളിലേക്ക്. നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥ, ഒരു നാട് നന്നാവണമെങ്കിൽ ആദ്യം റോഡ് നന്നാവണം. റോഡ് വന്നാൽ തന്നെ നാടിന് വികസനങ്ങൾ ഉണ്ടാവും. തീർച്ചയായും. ആ റോഡ് വികസനം എന്ന് പറയുമ്പോൾ വാഹനങ്ങൾ കൂടുതൽ സഞ്ചരിക്കും, ബസ്സുകൾ കൂടുതൽ സർവീസുകൾ നടത്തും, അവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ വരും. അപ്പോൾ ഈ രീതിയിലേക്കുള്ള ഒരു ഉയർന്ന പ്രവർത്തനങ്ങളും അതുപോലെ ആരോഗ്യരംഗത്തുണ്ടാകുന്ന കുറവുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് എന്തെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും. ഈ പയ്യാവൂർ ഡിവിഷനിൽ എത്ര പഞ്ചായത്തുണ്ടാകും എന്നാലും അറിയില്ലല്ലോ. എത്ര നമ്മുടെ പയ്യാവൂർ ഡിവിഷനിൽ വരുന്നത് നമുക്ക് ഇവിടെ ഏറ്റുപാറ മുതൽ ഏറ്റുപാറ, പയ്യാവൂർ, ചന്ദനക്കാമ്പാറ, ഉളിക്കൽ, നെച്ചിയാട്, നമ്മുടെ പായം, അത് കവർ ചെയ്ത് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തിൽ നമ്മുടെ ഈ ഡിവിഷനിൽ കണ്ണൂർ ഡിവിഷനിൽ എത്ര വോട്ടർമാർ, ഏകദേശം എത്ര വോട്ടർമാരുണ്ടാകുന്നു? ഇവരെല്ലാവരും കണ്ടെത്താൻ നേരിട്ട് കാണൽ ഒക്കെ പ്രായോഗികമാണോ? ഏകദേശം 75,000 അടുത്ത വോട്ടർമാരുണ്ട്. അവരെ ഒന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് എല്ലാവരുടെയും വീട്ടിൽ പോയി കാണുന്നത് നമുക്ക് സാധ്യമല്ല. അപ്പം നമ്മുടെ ഏരിയയിലെ ഓരോ വാർഡ് കേന്ദ്രീകരിച്ച് നമ്മുടെ NDAയുടെ പ്രവർത്തകർ വീടുകൾ സന്ദർശിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും വോട്ടായി വരാൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വാമിയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് പയ്യാവൂർ പഞ്ചായത്തിൽ ചാമക്കാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. പഞ്ചായത്തിലോട്ട് മത്സരിക്കുന്ന കന്നി അംഗമാണോ? ഇതിന് മുമ്പ് ഈ മത്സര രംഗത്തുണ്ടോ? ഈ പ്രവർത്തന രംഗത്ത് അങ്ങനെ എന്തെങ്കിലും സംഘടനാ പ്രവർത്തനം നടത്തിയുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. രാഷ്ട്രീയ രംഗത്ത് ഞാൻ ആദ്യമായിട്ടാണ്, ഈ മത്സരരംഗത്ത് ആദ്യമായിട്ടാണ്. അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ട്, തുടക്കത്തിലുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെ. എക്സ്പീരിയൻസ് ആണല്ലോ. അതെ, അത് യാദൃശ്ചികമായി വന്നു ചേർന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്കിത് സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അപ്പോൾ ഒരുപാട് വികസനങ്ങൾ ഈ നാട്ടിൽ നമ്മുടെ കാഴ്ചപ്പാടിലുണ്ട്. നമുക്ക് എൻ്റെ പഞ്ചായത്ത് കൂടിയായ പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലി റോഡ്, ഈ റോഡിൻ്റെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നം തന്നെയാണ്. അത് മാത്രമല്ല, ഈ റോഡ് ചെന്നെത്തുന്നത് കാഞ്ഞിരക്കൊല്ലി ഒരു ടൂറിസ്റ്റ് ഹൗസിലാണ് എത്തുന്നത്. ആ ടൂറിസ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 2 വാഹനങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ പറ്റാത്ത രീതിയിലുള്ള സൗകര്യക്കുറവ് വരെയാണ്. ഇതിനു വേണ്ടി നമ്മൾ സംഘടനാപരമായിട്ട് നേരത്തെ പേപ്പറുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഒരു സാക്ഷാത്കരിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കൾ അതിനെ കണ്ണടച്ചിരുട്ടാക്കുന്ന രീതിയിലാണ് കണ്ടുവരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആദ്യത്തെ നമ്മുടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് ആദ്യത്തെ ഒരു ധർണ സമരം നമ്മൾ നടത്തി. അതുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ കാഞ്ഞിരക്കൊല്ലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക്, വിദേശികളടക്കം എത്തിച്ചേരുന്ന സ്ഥലത്ത് അവരുടെ ആവശ്യങ്ങൾക്ക്, അതായത് ഒരു ടോയ്ലറ്റ് സൗകര്യം ഇല്ല. 60 രൂപ അവിടെ ഫീസ് വാങ്ങുന്നുണ്ട്. വരുന്നെത്തുന്ന ടൂറിസ്റ്റിനോട് 60 രൂപ ഫീസ് വാങ്ങിയിട്ട് അവർക്കൊരു ടോയ്ലറ്റ് സൗകര്യമോ അല്ലെങ്കിൽ അവർക്കൊന്ന് ഡ്രസ്സ് മാറാനുള്ള സൗകര്യമോ അവിടെ ഒരുക്കിയിട്ടില്ല.
അതുപോലെ അവർ വരുന്നത് അവരുടെ വാഹനത്തിനുള്ളിൽ വരുന്ന വാഹനത്തിനുള്ളിൽ വെച്ചിട്ടാണ് അവരുടെ ഡ്രസ്സ് മാറുന്നതും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലുള്ള ഒരുപാട് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് മേഖലകൾ തന്നെയുണ്ട് നമ്മുടെ മലയോര മേഖലകൾ. അതിനൊക്കെ ഒരു വികസനം എത്തിക്കുക. നമ്മുടെ കേന്ദ്ര ഫണ്ടുകൾ എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതിൻ്റെയൊക്കെ പരമാവധി കൊണ്ടുവന്ന് ഇവിടെ കഴിയുന്നത്ര വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നല്ല കഴിയാവുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ ഇടിമുഴക്കം പോലെ ശബ്ദമുയർത്തി ടൂറിസം മേഖലയ്ക്കൊക്കെ നമ്മുടെ ഈ പയ്യാവൂർ ഡിവിഷനിലേക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അതുപോലെ അതുപോലെ നമ്മുടെ ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഒരുപാട് ആരോഗ്യരംഗത്തു നിന്നും പിന്നെ നമ്മൾക്ക് ഒരുപാട് പുറകിലാണ് ഇപ്പോഴും വികസനങ്ങളുടെ കാര്യത്തിൽ. അതൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പരിമിതിയിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനമല്ല, ഉറപ്പാണ് നൽകുന്നത്. ഉറപ്പാണ്. അതാണ് വേണ്ടത്. ഒരു സ്ഥാനാർത്ഥി ഉറപ്പാണ് കൊടുക്കേണ്ടത്. കാരണം സാമിയുടെ ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ആ ഉറപ്പ് ഫലം കാണും. അപ്പം ഇതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇപ്പം പറഞ്ഞല്ലോ, നമ്മുടെ ടൂറിസം പറഞ്ഞു, ആരോഗ്യ മേഖല പറഞ്ഞു, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, കായികം, അങ്ങനെ കുറേ ഉണ്ട്. ആ മേഖലയിലൊക്കെ ഏതൊക്കെ രീതിയിൽ കൈവെപ്പ് ചേർക്കാം? വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സംസ്ഥാനം ഇപ്പോഴും പുറകിലാണ്. ഹൈടെക് ആയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ ഹൈടെക് എന്ന് പറയുന്നതല്ലാതെ ആ രീതിയിലേക്കൊന്നും നമ്മൾ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ അതിന് വേണ്ട വിദ്യാഭ്യാസ രംഗത്ത് എത്തിക്കേണ്ട, ഇപ്പോൾ കായികപരമായിട്ടാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കളിസ്ഥലം, അതുപോലെ കലാരംഗത്ത് വേണ്ട സൗകര്യങ്ങളൊന്നും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഇത് ടൗണിൽ ജീവിക്കുന്നവർക്ക് മാത്രമായി ഒതുങ്ങിത്തീരുന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ മലയോര മേഖലകളിലേക്ക്, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിക്കണം. അതിന് വേണ്ട നടപടികളും എന്നാൽ കഴിയുന്നത് ഞാൻ എൻ്റെ പരമാവധി ഉറപ്പ് നൽകും. ഇപ്പോൾ സ്വാമി ഏറ്റവും കൂടുതൽ സംസാരിച്ചത് കാഞ്ഞിരക്കൊല്ലിയെക്കുറിച്ചാണ്. കാഞ്ഞിരക്കൊല്ലി എന്ന് പറഞ്ഞ ഒരു മലയോര മേഖലയാണ്, വന്യമൃഗങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. ഭയങ്കരമായ ആന തുടങ്ങിയുള്ള വന്യമൃഗങ്ങൾ ധാരാളമുള്ള സ്ഥലമാണ്. അപ്പോൾ അവയ്ക്ക് അതേ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും പദ്ധതികൾ മനസ്സിൽ കരുതിയിട്ടുണ്ടോ? നമ്മുടെ മലയോര മേഖലകളിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വന്യമൃഗങ്ങളുടെ കൃഷി കാര്യങ്ങൾ, അതുപോലെ ഉപജീവന മാർഗമായിട്ട് ചെയ്തു വരുന്ന കൃഷി പന്നി നശിപ്പിക്കുന്നു, ആന ഇറങ്ങി നശിപ്പിക്കുന്നു. തലേദിവസം കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തോട്ടത്തിലെത്തുമ്പോൾ അത് മുഴുവൻ നശിപ്പിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അവരവരുടെ ഉപജീവന മാർഗം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നിട്ടും ചെയ്യാതെ മാറി നിൽക്കുന്നു. ആ മാറി നിൽക്കുന്നതിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കും. അത് സ്വാമി പറയുന്നത് ആ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെ ലെവലിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതിൽ കൂടുതൽ കേന്ദ്ര സഹായത്തോടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുമെന്നാണ് സ്വാമി നമ്മളോട് പറയുന്നത്. നമ്മളോടല്ല, വോട്ടർമാർ. അതുപോലെ പദ്ധതികൾ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നില്ല. ഒരുപാട് പദ്ധതികൾ ഇപ്പം പിന്നെ മുദ്ര ലോൺ വഴി സാധാരണക്കാർക്ക് ലോൺ 10 ലക്ഷം രൂപ വരെ, സ്വയം തൊഴിലിന് വേണ്ടി 50,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ മേടിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ ലഭിക്കണം അതിനെക്കുറിച്ചൊന്നും നമ്മുടെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധവാന്മാരാണെങ്കിൽ കൂടി അതിലേക്ക് ശ്രമിക്കുന്നില്ല, എത്തിച്ചേരുന്നില്ല. അത് കിട്ടിയാൽ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചൊന്നും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇങ്ങനെയുള്ള അതുപോലെ നമ്മുടെ ഇപ്പോൾ 6,000 രൂപ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കർഷകർക്ക് കിട്ടുന്ന ഒരു വർഷം കിട്ടുന്ന പദ്ധതിയുണ്ട്. അത് കർഷകരിലേക്ക് എത്തുന്നുണ്ട്. ഇത് ജാതി മത ഭേദമന്യേ എത്തുന്നുണ്ട്. അത് ജാതി തിരിച്ചിട്ടോ മതം തിരിച്ചിട്ടോ ഒന്നുമല്ല. ആ ഇതൊക്കെ കൃത്യമായിട്ട് ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട്, ഡയറക്റ്റ് അക്കൗണ്ടിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ആ രീതിയിലേക്കൊക്കെ ഇനിയും ഒരുപാട് പേര് അവിടെ എത്താനുണ്ട്. അവരെയൊക്കെ ഈ രീതിയിലേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നടത്തും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമ്മുടെ വോട്ടർമാരോട് നമ്മൾ എന്താ തമാശ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനിയാണ് ഇതിൻ്റെ യഥാർത്ഥ സീരീസിലോട്ട് പറയുന്നത്.
കാരണം എന്ന് പറഞ്ഞാൽ ദാസനും വിജയനും എപ്പോഴും പറയുന്ന ഒരു എല്ലാ എപ്പിസോഡിലും പറയുന്ന ഒരു ദാസനും വിജയനും പരമ്പരയ്ക്ക് ഇടയിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാം, ഒന്നുമുണ്ടാകാം, പക്ഷേ ഈ പരമ്പരയിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് എപ്പോഴും രാഷ്ട്രീയമാണ്. ആ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയം ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ വോട്ടർമാരിലേക്ക് പറയാം. അപ്പം വിജയ ഒരു കാര്യമുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്കാണ് ജനവിധി തേടുന്നത്. പയ്യാവൂർ ഡിവിഷനിൽ നിന്നാണ്. ഒരു കാരണവശാലും ഇലക്ഷൻ 11-ാം തീയതി ഡിസംബർ 11-നാണ്. നമുക്ക് എല്ലാവരും നേരിട്ട് വീട്ടിൽ ചെന്ന് കണ്ട് വോട്ട് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ വെള്ളാരകളുടെ നാട് പരമ്പരയിൽ ദാസൻ്റെയും വിജയൻ്റെയും കൂടെ നിന്ന് വോട്ട് ചെയ്യും. അപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് പയ്യാവൂർ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥിയാണ്. എൻ്റെ ചിഹ്നം മൺകലമാണ്. NDAയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമ്മുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. നേരത്തെ പറഞ്ഞതുപോലെ ഉറപ്പാണ് നമ്മുടെ മുദ്രാവാക്യം. വാഗ്ദാനങ്ങളല്ല. അതുപോലെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ രണ്ട് വട്ടം ആലോചിച്ച് വോട്ട് ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു വെറും തിരഞ്ഞെടുപ്പല്ല, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ NDAയുടെ സ്ഥാനാർത്ഥിയായ എനിക്ക് നൽകിക്കൊണ്ട് എന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് അയക്കുവാൻ എല്ലാവരും സഹകരിക്കുക, വോട്ട് കുത്തി സഹകരിക്കുക, വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് സഹകരിക്കുക എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമസ്കാരം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചപ്പോൾ ഉറപ്പുകൾ ഒരുപാട് തന്നിട്ടുണ്ട്. ആ ഉറപ്പുകൾ നടക്കട്ടെ എന്ന് നമ്മൾക്ക് ആശംസിക്കാം. അല്ലെ വിജയ? അപ്പോൾ നടക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ് ദാസനും വിജയനും. വിജയ ഒരു ക്ഷയിക്കാനെടുത്ത 3 ഉറപ്പിന്റെ കൂട്ടത്തിൽ 4ാമതൊരു ഉറപ്പ് കൂടി അല്ലേ? അതെ, ആകട്ടെ. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. തീർച്ചയായിട്ടും ആ ഉറപ്പ് എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥതയുള്ളതാണ്. വാഗ്ദാനങ്ങളല്ല, ആ ഉറപ്പ് ജനങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള നല്ലൊരു ഇലക്ഷൻ നമ്മുടെ ഈ ഒരു ഡിവിഷനിൽ നടക്കട്ടെ, നല്ലൊരു റിസൾട്ട് ഉണ്ടാകട്ടെ.